അവൻ ജോറാക്കി അവന്റെ പിന്നാലെ ചെല്ലുന്നു. അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു. അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു. ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു. അവൻ പുരാതന പാതകളിൽ നടക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും താഴത്തെ ഏറ്റവും അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു. അവനിന്റെ കാലുകൾ പേടമാൻ കാല് പോലെ ആക്കുന്നു. ഉന്നതങ്ങളിൽ അവനെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നാൽ കീഴോട്ട് പോകുന്നല്ലേ. നിന്റെ കാലുകളെ പേടമാൻ കാല് പോലെയാക്കി. അവൻ ഒരുത്തനും ഓടിക്കേറാൻ പറ്റാത്തടുത്ത് ഇന്ന് രാത്രി ഓടിക്കേറാനുള്ള എന്നാ തമ്പുരാനൊന്നും മിണ്ടിയപ്പോ പുള്ളി പറയും, അയ്യോ മതി കേട്ടോ, പേടിച്ചു പോയത്. ഞാൻ അങ്ങനൊരു വാക്ക് ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ റിലീസ് ചെയ്യാൻ പോവാണ്. നീ ഞെട്ടുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്യും. എന്റെ ഭാഷ പറഞ്ഞ നീ പേടിച്ചു ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യും. നിന്റെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടുപോയി. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണം. ഈ വർഷം തീരുന്നതിന് മുൻപ്, ഈ കൊല്ലം തീരുന്നതിന് മുൻപ്, ഈ വർഷത്തിന്റെ 6-ാം മാസത്തിലേക്ക് കയറുന്നതിന് മുൻപ്, ഈ കൊല്ലം അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ജീവിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി എന്റെ കർത്താവിനെ നന്ദി പറയാം. അങ്ങനെയൊന്നും പറയാൻ പാടില്ലെങ്കിൽ പിന്നെന്താ ഹബക്കൂക്ക് പറഞ്ഞേ, ഈ കൊല്ലം തീരുന്നതിന് മുമ്പ് നിന്റെ പ്രവൃത്തി കാണണം. വർഷങ്ങൾ കഴിയുന്നതിന് മുൻപ്, ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ്, ഒത്തിരി ഡിലേ വരാതെ, ഒത്തിരി സമയങ്ങൾ മുന്നോട്ട് പോകാതെ നിന്റെ പ്രവൃത്തിയെ കാണണമെന്ന് എന്താ മനുഷ്യൻ പറഞ്ഞത്? എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇറങ്ങി വന്ന് ചിലരോട് അത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ചില കാര്യങ്ങളെ ഇങ്ങനെ ഡിലേ ആക്കുന്ന, വൈകിപ്പിക്കുന്ന, കാലതാമസങ്ങൾ വരുത്തുന്ന ആ അന്ധകാര ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വെട്ടേക്കുന്നതാണ്. വിശ്വസിക്കുന്ന ആത്മാവിൽ ദർശനത്തിന് ഞാൻ, ഇത് പ്രവാചകനോട് ദൈവം പറഞ്ഞത് 2-ാം അധ്യായത്തിൽ, ഞാൻ ഒരവധി വെച്ചിരിക്കുന്നു. ഹബക്കൂക്ക് കരുതി എന്താണെന്നറിയോ? ഈ ദൈവം എവിടെ പോയിരിക്കുക? മിണ്ടണില്ലല്ലോ, ആളെ കാണുന്നില്ലല്ലോ. ഇതൊക്കെ എന്റെ ചുറ്റും നടക്കുമ്പോഴും എവിടെ ആളവിടെ? നീ എന്താ വിചാരിച്ചേ? ഞാൻ അവധി വെച്ചിരിക്കുകയാണ്. ആ കൗൺസിലർ ഉണ്ടോ? എനിക്കൊരു പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. ഇല്ല, പുള്ളി അവധിയില്ല. പുള്ളി അവധിയില്ല എന്ന് പറഞ്ഞ എന്നാ അത് തത്വമാണെന്നാണോ? ഇപ്പൊ കസേരയിലില്ല, പക്ഷെ ഉടനെ വരും. അവധിയില്ലാന്ന് പറഞ്ഞ റിട്ടയർ ആയെന്നാണോ? അവധിയിലാണെന്ന് പറഞ്ഞാൽ എന്നാ സസ്പെൻഡ് ചെയ്തതാണോ? അവധി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അവധി എടുക്കുന്നവർ, ലീവ് എടുക്കുന്നത് ഒരു ഷോർട്ട് ടൈമില്ല. നീ എഴുതി വെച്ചോ, നിന്റെ ഷോർട്ട് ടൈം പീരീഡിൽ നീ ഫേസ് ചെയ്ത സകല ചലനങ്ങളെയും, നീ ഫേസ് ചെയ്ത സകല യുദ്ധങ്ങളെയും എന്റെ ദൈവം ദർശനങ്ങൾ